ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഗൾഫ് മേഖലയിൽ ആശ്വാസം. സാമ്പത്തിക രംഗത്തും ടൂറിസം, വ്യോമയാന രംഗങ്ങളിലും വലിയ മാറ്റമുണ്ടാകും. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗൾഫ്, ഇസ്ലാമിക്, അറബ് രാജ്യങ്ങൾ നടത്തിയ ഇടപെടലും നിർണായകമാണ്. 2 വർഷത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഗാസ സമാധാനത്തിലേക്ക് മടങ്ങുമ്പോൾ ഗൾഫും അറബ് മേഖലയുമാണ് ഏറെ ആശ്വസിക്കുന്നത്. പലസ്തീൻ ജനതയുടെ കണ്ണീരുണങ്ങുന്നു എന്ന സമാധാനത്തിനൊപ്പം നിശ്ചലമായി തുടങ്ങിയിരുന്ന പല മേഖലകളും വീണ്ടും ശക്തി പ്രാപിക്കും. സാമ്പത്തിക രംഗം തന്നെയാണ് ഇതിൽ പ്രധാനം. ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഗൾഫിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി ദോഹയിൽ നടന്ന ഗൾഫ്, അറബ്, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി ഇസ്രായേലിനെതിരെ കടുത്ത നടപടിക്ക് തീരുമാനിച്ചതാണ്. ഇതിന്റെ തുടർ നീക്കങ്ങൾക്കിടെയാണ് വെടിനിർത്തൽ. മാത്രമല്ല, ദോഹ ആക്രമണത്തെ അമേരിക്ക അപലപിക്കുകയും വിദേശകാര്യ സെക്രട്ടറി ഖത്തർ അമീറിനെ സന്ദർശിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഖത്തർ അമീറിനെ വിളിച്ച് മാപ്പ് പറഞ്ഞു. അറബ് രാജ്യങ്ങളുടെ വലിയ ഐക്യവും ഇതിലൂടെ സാധ്യമായി. ലബനനും സിറിയയും സമാധാനത്തിലേക്ക് തിരിച്ചെത്തിയതും ഈ മേഖലയ്ക്ക് ആശ്വാസമാണ്. ചെങ്കടലിലെ ആക്രമണങ്ങളും കുറഞ്ഞു. ഇറാൻ ഇസ്രയേൽ യുദ്ധവും ദോഹയിലെ ഇസ്രയേൽ ആക്രമണവും വ്യോമയാന രംഗത്തും ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഗാസ സമാധാനത്തിലേക്ക് തിരിച്ചെത്തുന്നതോടെ ഇതെല്ലാം മാറും. മാത്രമല്ല, ഗാസയുടെ പുനർനിർമ്മാണത്തിലും ഗൾഫ്, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ടാകും. സ്വതന്ത്ര പാലസ്തീൻ സാധ്യമാക്കാൻ സൗദിയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.